എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എഗ്ഗ് മസാല കപ്പയാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയുമാണ്. അതിനു വേണ്ടി ഇതാ കപ്പ ഞാൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തതാണ്. ഇത് ആദ്യം കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഇത് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് ആണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇതിനൊരു കട്ടുണ്ടാവും, അപ്പോൾ ആ വെള്ളം ഊറ്റിക്കളയണം. അതിന് വേണ്ടിയിട്ടാണ് അധികം വെള്ളം ഒഴിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് വെള്ളവും ഒഴിച്ച് ഒരു 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കണം. അതിനു വേണ്ടി ഞാൻ ആദ്യം 2 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട 4 മുട്ട ഒക്കെ എടുക്കട്ടോ. ഞാൻ ഇപ്പോൾ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഉപ്പിട്ടിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ല ചിക്കി എടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലൊന്ന് ഇതുപോലെ ചിക്കിയെടുക്കുക. ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് ഇതിലേക്ക് ഞാൻ വലിയ ഒരു സവോള എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായി കട്ട് ചെയ്തതാണ്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതെല്ലാം വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ചെറുതീയിൽ നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കപ്പ ഇട്ട് കൊടുക്കണം. ഇനി ഈ കപ്പയും മസാലയും കൂടി നല്ലൊന്ന് ഇങ്ങനെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഉടച്ച് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുക.
കപ്പ പെട്ടെന്ന് ഡ്രൈ ആവുന്നത് കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കപ്പയും എഗ്ഗും വെച്ചിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.